റെഡി, പോവാം. ഓ പോവാം. എന്താ എല്ലാവരും? അമ്മ എന്തേ? അമ്മയ്ക്ക് സുഖമില്ല, വളരെ സീരിയസ് ആണ്. എന്താ? നിൽക്കൂ പ്ലീസ്. ഇപ്പൊ അമ്മയെ കാണാൻ ആരും അനുവദിക്കുന്നില്ല. പറ്റില്ല, എനിക്ക് കാണണം. ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് പേഷ്യന്റ് അടുത്തേക്ക് ആരും വിടരുതെന്ന്. സോറി, ഞാനും ഒരു ഡോക്ടറാണ്. വാ. ഇവിടെ അമ്മേ, അമ്മേ, ഇതെല്ലാം വെറുതെ. മായി, അമ്മ ഉടനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഒട്ടും വൈകൂടാ. എങ്ങോട്ടാ വിളിക്കുന്നത്? ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ വിളിച്ച് ആംബുലൻസ് വരുത്തി ഇവരെ അഡ്മിറ്റ് ചെയ്യാന്. അതിന് അധികാരപ്പെട്ടവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. എങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി. പക്ഷെ ഒട്ടും സമയം കളയാനില്ല. അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ലെന്ന് അവരുടെ ഡോക്ടർമാർ തന്നെ പറഞ്ഞത്. ഇല്ല, ഒരു ഡോക്ടറും അങ്ങനെ പറയില്ല. അവരെ ഞാൻ അഡ്മിറ്റ് ചെയ്യും. അതിന്റെ ഡ്യൂട്ടിയാ. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഷീസ് വെരി സീരിയസ്. ഞാൻ ഫോൺ ചെയ്യും. സ്റ്റേഷനിൽ കൊണ്ടു. ഞാനല്ലെന്ന്. എന്താ ഇത്? നിങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്റെ കൂടെ വന്ന ആളാ. അവന്മാരാ അദ്ദേഹത്തെ വിടാൻ പറയൂ. എന്റെ കൂടെ വന്ന ആളാ. ഞാനല്ലെന്ന്. വിടാൻ. മായ ഇതൊരു ചതിയാണ്. എല്ലാരും കൂടെ ചേർന്ന് മായയുടെ അമ്മയെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. എത്രയും വേഗം അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ അവർ ജീവനോടിരിക്കില്ല. മായ, this is a clean murder attempt. She is very serious. ഇൻസ്പെക്ടർ, അവിടെ കിടക്കുന്ന എന്റെ അമ്മയാണ്. എന്റെ അമ്മയെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതിന് നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റൂ. വസുന്ധരാദേവി നിന്റെ അമ്മയാണെന്ന് ആരാ പറഞ്ഞത്?
ഇൻസ്പെക്ടർ, വസുന്ധരാമ്മ ഈ നിലയിലാകാനുള്ള കാരണം ഇവളാണ്. ആ അമ്മയ്ക്ക് അവിഹിതമായ ബന്ധത്തിലുണ്ടായ മകളാണെന്നും പറഞ്ഞ് നിരന്തരം അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. പ്രോഗ്രാം നടന്ന സ്ഥലത്ത് ചെന്ന് ആ അമ്മയെ ശല്യപ്പെടുത്തിയതിന് ഇവൾക്കെതിരെ ഒരു പോലീസ് കേസ് പോലും ഉണ്ട്. കള്ളമാണിത്, പച്ച കള്ളം. ഇൻസ്പെക്ടർ സാർ, ഇദ്ദേഹമാണ് ഇവളുടെ ലോക്കൽ ഗാർഡിയൻ. എല്ലാ സത്യവും അറിയാവുന്ന ഒരാൾ. അങ്കിൾ പറ, അങ്കിൾ പറ, അങ്കിൾ. അങ്കിൾ, അങ്കിൾ, എന്റെ അമ്മ. ക്ഷമിക്കണം ഇൻസ്പെക്ടർ, ഇദ്ദേഹമാണ് ഈ കുട്ടിയോട് വസുന്ധരാദേവിയാണ് അമ്മ എന്ന കളവൊക്കെ പറഞ്ഞത്. ഇദ്ദേഹം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേറൊരു ബന്ധത്തിലുണ്ടായ കുട്ടിയാണിവൾ. സ്വന്തം ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി രഹസ്യമായി വളർത്തി വരികയായിരുന്നു ഇവളെ. അങ്കിൾ, ആ അങ്കിളും കൂടെ ചേർന്നാണ് ഇതൊക്കെ അല്ലേ? എന്താ കുട്ടി കാണിക്കുന്നത്? ഇവരൊക്കെ വസുന്ധരാദേവിയുടെ വളരെ അടുത്ത ആൾക്കാരാ. ഇവർ പറയുന്നത് കേൾക്കാനേ എനിക്ക് പറ്റൂ. അല്ലെങ്കിൽ കുട്ടിയുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ മകളാണെന്നതിന്? ഉണ്ട്, ഉണ്ട്. ഞാൻ എന്ത് ചെയ്യും അമ്മേ? ഇനി ഞാൻ എന്ത് ചെയ്യും അമ്മേ? അമ്മേ, വിട് വിട്. കുട്ടി വെറുതെ ബഹളം വയ്ക്കാതെ പറയുന്നത് കേൾക്ക്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. പോയേ പറ്റൂ. മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. ഐ സേ യു ഗെറ്റ് ഔട്ട്. ഞാൻ പോവാണ്, പോയിച്ച് വരും. അതിനുള്ളിൽ എന്തെങ്കിലും എന്റെ അമ്മയ്ക്ക് സംഭവിച്ചാൽ അങ്കിളിന് അറിയാലോ മായേ. അവൾ പോയി കൂടുതൽ പ്രശ്നമാക്കുന്നതിന് മുമ്പ് ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്തേക്കും. ഹായ് മായ. എന്താ മായ പെട്ടെന്ന്? ജയന്തി, നിന്റെ ഡാഡിയോട് ഒന്ന് പറയൂ എന്നെ സഹായിക്കാൻ. അങ്കിൾ, ആന്റി, പ്ലീസ് ഹെൽപ്പ് മീ. എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല. ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ അമ്മ മരിച്ചു പോകും. എല്ലാവരും കൂടെ ചേർന്ന് എന്റെ അമ്മയെ കൊല്ലാൻ നോക്കുകയാണ്. ആരാണമ്മ? എവിടെയാ ഉള്ളത്? വീട്ടിലുണ്ട്. വസുന്ധരാദേവിയാണ് എന്റെ അമ്മ. ആര്? KS വസുന്ധരാദേവി. ആന്റി, ഞാൻ മകളല്ലെന്നും പറഞ്ഞ് ഒന്ന് അടുത്തിരിക്കാൻ പോലും അവർ സമ്മതിക്കുന്നില്ല. പ്ലീസ് ഹെൽപ്പ് മീ ആന്റി. ആരാ മോടച്ഛൻ? എനിക്കറിയില്ല. എന്റെ അമ്മ പറഞ്ഞിട്ടില്ല. എന്റെ അമ്മ ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു മോളുണ്ടെന്ന്. എന്റെ അച്ഛനും അറിയില്ല ഒന്നും. അതൊന്നും പറയാൻ നേരമില്ല അങ്കിൾ. പ്ലീസ് എന്തെങ്കിലും ചെയ്യൂ. എന്തിനാ ഇങ്ങനെ ആലോചിക്കുന്നത്? എന്തെങ്കിലും ചെയ്യൂന്നേ. ജയന്തി, എന്റെ കൂടെ വന്ന് ഡോക്ടറെയും പോലീസ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതും ഡാഡിയോടൊന്ന് പറയണേ. എനിക്കൊരു സമാധാനമില്ല. ഞാൻ പൊയ്ക്കോട്ടെ. ഹലോ, ഞാൻ വിനോദ് ശങ്കറാണ്. എങ്ങനെയുണ്ട് വസുന്ധരാദേവിക്ക്?
എന്താ എന്താ ഡാഡി? ലേശം വൈകിപ്പോയോന്നൊരു സംശയം. പറയൂ. 3 മണിക്കാണ് മരണം സംഭവിച്ചത്. ഒരു മാസീവ് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഫാമിലി ഡോക്ടേഴ്സൊക്കെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നാളെ പൊതുദർശനത്തിന് വേണ്ടി ഗവൺമെന്റ് ഓഡിറ്റോറിയത്തിൽ വെക്കുന്നുണ്ട്. അനന്തരാവകാശികൾ ആരും ഇല്ലാത്തതുകൊണ്ട് സ്വത്തിന്റെ കുറെ ഭാഗം അനാഥാലയങ്ങൾക്ക് എഴുതി വച്ചിരിക്കുകയാണ്. എന്റെ അമ്മയുടെ സ്വത്തുക്കളെല്ലാം നിങ്ങൾ എടുത്തിട്ട് അമ്മയെ മാത്രം എനിക്ക് തന്നൂടായിരുന്നു അങ്കിൾ. ഇനി എനിക്ക് എന്റെ അമ്മയുടേതായിട്ടുള്ള ഒന്നും വേണ്ട. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എന്റെ അമ്മയെ കൊന്നതാണെന്നും ഞാൻ ആരോടും പറയില്ല. പറഞ്ഞാലും എന്റെ അമ്മ എനിക്ക് തിരിച്ചു കിട്ടില്ലല്ലോ. പക്ഷേ 16-ാം തീയതിയിൽ ആ ഫംഗ്ഷന് എന്നെ മകളായി ലോകം അറിയണം എന്നമ്മ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹമെങ്കിലും നടക്കണം. ഞാൻ ഇനി ആ അമ്മയുടെ മകളായി തന്നെ അറിയപ്പെടണം. അങ്കിളിന് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റൂ. അതിനിപ്പോ അത് നടക്കണം. അങ്കിളിനെ എന്നെ സഹായിക്കാൻ പറ്റും. എന്തും ചെയ്യാൻ ഞാൻ മടിക്കില്ല. കുട്ടി, അബദ്ധമൊന്നും കാണിക്കരുത്. ഞാൻ എല്ലാം പറഞ്ഞോളാം. നടന്ന എല്ലാം പറഞ്ഞോളാം. അവരെല്ലാം കൂടി ചേർന്ന് എന്നെ എവിടെ വേണമെങ്കിലും പറഞ്ഞോളാം. എങ്കിൽ വാ.
ഞാൻ കൊന്നു. എന്റെ അമ്മയെ കൊന്നവരല്ല, ഞാൻ കൊന്നു. മായ, ഞാൻ കൊന്നു ജയന്തി. എന്റെ അമ്മയെ കൊന്നവരെ ഞാൻ കൊന്നു. നീ എന്ത് വേലയായി കാണിച്ചത്? ഞാനും നീ ഒരച്ഛന് പിറന്ന മക്കളാണെന്ന് സന്തോഷം അറിയിക്കാനായി ഓടി വന്നതാ ഞാൻ. അച്ഛനെ ഞാൻ ഒരിക്കലും ശല്യം ചെയ്യരുതെന്ന് എന്റെ അമ്മ ആഗ്രഹിച്ചിരുന്നു. ഞാൻ ശല്യം ചെയ്തു. അതാണ് എന്റെ അമ്മ. ഇതെന്റെ അച്ഛൻ.